ബീച്ചിലേക്കാണ്. ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഔട്ടിംഗ് ആണിത്. ഈ ലൊക്കേഷൻ വന്നിട്ട് മാൽമോന്ന് ഏകദേശം ഒരു 1 hourന്റെ ട്രാവൽ ഉണ്ട്. ഇത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാനൊന്നും അറിയില്ല. ഞങ്ങൾ പറയുന്നത് ലൊമ്മ ബീച്ച് എന്നാണ്. ആൻഡ് ഈ ഒരു ബീച്ച് ഒരു വില്ലേജിലാണ്. ആൻഡ് ഇതൊരു ഹാർബറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു ഇൻഡസ്ട്രിയൽ അതുപോലെ ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് മാറി. ഏകദേശം 1.25 കിലോമീറ്ററോളം ഈ ബീച്ച് ഉണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത്. ഒരു 4-4:30 ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ചങ്ങ് എത്തിയപ്പോഴേക്കും ഒരു ഹാർബർ കണ്ടു. ഈ ഒരു ഹാർബർ ബീച്ചുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണുള്ളത്. ഈ ഒരു ഹാർബറിൽ കുറേ ബോട്ട്സും, അതായത് പ്രൈവറ്റ് ബോട്ട്സും അതേപോലെ ഫിഷിംഗ് ബോട്ട്സും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണിത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറേ പേര് സൺബാത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട്, പിന്നെ ഫിഷിംഗ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ബീച്ച് വൈബ് ആസ്വദിക്കാനായിട്ട് വന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ച് വൈബ് ആസ്വദിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു. ഫയസിന് ഇറങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ചിറക്കി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് കാണാമെന്നുള്ളതായിരുന്നു ഈ വരവിൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലെല്ലാം കളിച്ച് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ഒരു ലൈറ്റ് ഹൗസ് ലക്ഷ്യം വെച്ച് കാണും. പിന്നെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴേക്കും ഇവിടെ മീൻ പിടിക്കാനായിട്ട് കുറേ പേര് എത്തിയിട്ടുണ്ടായി. കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടായി ആ കൂട്ടത്തിൽ. അതുപോലെ സൺസെറ്റ് ആയി തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ആൾക്കാർ കൂടി തുടങ്ങി. കുറേ പേര് ബോട്ടും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈബ് ആസ്വദിക്കാനായിട്ട് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് വന്ന ആൾക്കാരും ഉണ്ട്.